ഹേ ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു കുട്ടി ഈവനിങ് വ്ലോഗാണ് കേട്ടോ. ഇന്ന് നമ്മൾ വീണ്ടും ബനിയാസ്കൂപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. സെയ്യുന്റെയും ബാദുവിന്റെയും ഹെയർ സെറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം പോയത് സലൂണിലേക്കാണ് കേട്ടോ. അവന് അലമ്പുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആദ്യമേ തന്നെ ടാബിൽ കാർട്ടൂണൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാദു ഇപ്പൊ കുറച്ച് വലുതായതുകൊണ്ട് അവന് ഹെയർ കട്ട് ചെയ്യുന്നത് അത്ര വലിയ പ്രശ്നമല്ല. പക്ഷെ സയാൻ അങ്ങനെയല്ല, അവൻ സലൂൺ കാണുന്നത് തന്നെ പേടിയാട്ടോ. പിന്നെ അവിടുത്തെ സ്റ്റാഫ് നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ടും കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അവർക്ക് നന്നായിട്ട് അറിയണതുകൊണ്ടും ബാദു വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങനെ ഇരുന്നു. നമ്മൾ റെഫറൻസ് ആയിട്ട് കൊടുത്ത പിക്ചറിലെ പോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് അവര് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ലൈന് നമ്മൾ കൊടുത്ത റെഫറൻസ് പിക്കിൽ ഉണ്ടായിരുന്നതാണ്. അത് അവർ അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു തന്നു. ബാദുവിന്റെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോ സയാന്റെ ഹെയറും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ കരഞ്ഞ് അലമ്പാക്കിയതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും ബാദുവിന് അവരുടെ സർവീസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അവൻ തംസപ്പ് ഒക്കെ തരുന്നുണ്ട്. അങ്ങനെ ഹെയർ കട്ടിങ്ങും സെറ്റിങ്ങും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവന്റെ ഹെയറിൽ ഒരു ടെമ്പററി കളറും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ബാദുവിനും അത് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഈ സലൂൺ വരുന്നത് കൂപ്പിലെ സെക്കൻഡ് ഫ്ലോറിലുള്ള സ്റ്റോറീസ് കിഡ്സ് സലൂൺ ആണ് കേട്ടോ. അവിടുത്തെ സർവീസ് ഒക്കെ അടിപൊളിയാണ്. നിങ്ങൾ ബനിയാസിലുള്ളവരാണെങ്കിൽ ഒന്ന് പോയി നോക്കൂ. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ നമ്മുടെ സ്ഥിരം പ്ലേസ് ആയിട്ടുള്ള മലൂക്ക പാർക്കിലേക്കാണ് പോയത്. ഇവിടേക്കുള്ള എൻട്രി ടിക്കറ്റ് വരുന്നത് വീക്ക് ഡേയ്സിൽ 20 ദിറംസും വീക്കെൻഡിൽ 30 ദിറംസും ആണ് കേട്ടോ. ഈ ഒരു പ്രൈസിന് എന്തായാലും വർത്ത് തന്നെയാണ് കേട്ടോ. കാരണം കുറച്ച് ഏരിയ ഉള്ളെങ്കിലും ഒരുപാട് ആക്ടിവിറ്റീസ് അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നൈറ്റ് 10 മണിയാകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം പോയ സമയത്ത് ബാദുവിന് ആകെ 10 മിനിറ്റേ കളിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇവരുടെ ഫേവറേറ്റ് സ്പോട്ട് ഈ ബോൾ പിറ്റും പിന്നെ മറ്റേ സ്ലൈഡും ആണ് കേട്ടോ. പിന്നെ ഇപ്രാവശ്യം കുട്ടികൾ മാത്രമല്ല കേട്ടോ, ഞാനും അവരുടെ ഒപ്പം ബോൾ പിറ്റിലും സ്ലൈഡിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാണെന്ന്. പക്ഷെ അങ്ങനല്ല,
ഇതൊക്കെ ഒരു രസമല്ലേ? പിന്നെ കുട്ടികളുടെ കൂടെ ഇങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വലുതായി കഴിയുമ്പോൾ അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ ഇങ്ങനെയൊക്കെയുള്ള മൊമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ. 1 hour ടൈമാണ് കേട്ടോ അവർ നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രഹസനങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് ഫുഡിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ബനിയാസ്കൂപ്പിലെ ഫുഡ് കോർട്ടിലുള്ള ഈ ഒരു സ്പോട്ടിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കണേ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇവിടെ ഫസ്റ്റ് ടൈം വന്നപ്പോഴേ ഞാൻ ഇവിടുത്തെ പാനിപ്പൂരി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മുതലേ ഞാൻ അതിൻ്റെ ഫാനാണ്. അപ്പോൾ പിന്നെ എന്തായാലും അത് ഓർഡർ ചെയ്യണമല്ലോ. ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. പിന്നെ നമ്മൾ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കുള്ള പിസ്സ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി സെറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയപ്പോൾ അവിടുത്തെ ചേട്ടൻ നമുക്ക് കൊടുന്ന് സെർവ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ ഫുഡ് പ്രസൻറ്റ് ചെയ്യുന്ന സ്റ്റൈല് പോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിലും കോംപ്രമൈസ് ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുത്തെ ഫുഡ് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെന്തായാലും അബുദാബി ബനിയാസ് ഏരിയയിലുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.